നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലാറ്റ് ലോഡിംഗ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ ബട്ടൺ ഹോൾ ഫില്ലിംഗ് ഒക്കെ ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് കണ്ടാൽ. ആദ്യം പാരലലായി 2 ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ബോക്സിനുള്ളിലാണ് കേട്ടോ നമുക്ക് ഫ്ലാറ്റ് ലോഡിംഗ് ചെയ്യേണ്ടത്. അപ്പം ബിഗിനേഴ്സ് എപ്പോഴും ഈ പാരലൽ വരച്ച ലൈനില്ലേ, ഈ ലൈനിൽ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലാറ്റ് ലോഡിംഗ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഫ്ലാറ്റ് ലോഡിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഫ്ലാറ്റ് ലോഡിംഗ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഫ്ലാറ്റ് ലോഡിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റിച്ച് കയറി ഇറങ്ങിയൊക്കെ പോവും. കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ സ്റ്റിച്ച് നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബിഗിനേഴ്സ് എപ്പോഴും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ആയതിനു ശേഷം ഞാൻ എങ്ങനെയാണ് നമ്മൾ 2 ലൈൻ വരച്ച് ഫ്ലാറ്റ് ലോഡിംഗ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. ഈ ഒരു ലൈനിനെ ബേസ് ചെയ്താണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റ് ലോഡിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ലൈനിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഈ ഒരു ലൈനിൻ്റെ പുറത്തൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് ഞാനിവിടെ ഡോട്ട് ഇട്ട് കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു ലൈനിൻ്റെ ഉള്ളിലും പുറത്തും ഓരോ ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഡോട്ടിൽ നമുക്ക് സ്റ്റിച്ചസ് വരും. ഒരു ലോങ് ചെയിൻ, ഒരു ലോക്ക് സ്റ്റിച്ച്, ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ ആ ലൈനിന് ഉള്ളിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈനിനുള്ളിലായിട്ട് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ആ ചെയിനിൻ്റെ പുറത്തൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ലോക്ക് സ്റ്റിച്ചായിട്ട് വരുന്നത്. ഇനി മുകളിൽ നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, ആ ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും തിരിച്ച് നീഡിലിനെ താഴേക്ക് കൊണ്ടുവരിക. താഴത്തെ ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം പുറത്ത് ഒരു ചെയിൻ സ്റ്റിച്ച്. പുറത്ത് കൊടുക്കുന്ന സ്റ്റിച്ച് നമുക്ക് ലോക്ക് സ്റ്റിച്ചായിട്ട് മാറും. ഇനി മുകളിലേക്ക് പോവുക. ലൈനിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, പുറത്തൊരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും താഴേക്ക് വന്ന് ആ ലൈനിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ഒരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും മുകളിലേക്ക് പോവുക. ആ ചെയിൻ്റെ ഉള്ളിൽ ചെയിൻ സ്റ്റിച്ച്, പുറത്ത് ചെയിൻ സ്റ്റിച്ച്. ഇത്രയേ ഉള്ളൂ ഫ്ലാറ്റ് ലോഡിംഗ് സ്റ്റിച്ച് കേട്ടോ. ബട്ടൺ ഹോൾ ഫില്ലിങ്ങിൽ മുകളിൽ ലോക്ക് കൊടുക്കുന്നില്ലായിരുന്നു. ഇവിടെ നമ്മൾ മുകളിൽ ലോക്ക് കൊടുക്കുന്നുണ്ട്. ബട്ടൺ ഹോളിൽ താഴെ മാത്രമേ ലോക്ക് കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മുകളിലും താഴെയും ലോക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ സ്ട്രെയിറ്റ് ഫ്ലാറ്റ് ലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിങ്ങിൻ്റെ ബേസിക് സ്റ്റിച്ചാണിത്. ഈ ബേസിക് സ്റ്റിച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനിയുള്ള ലോഡിംഗ് സ്റ്റിച്ചുകളിലൊന്നും നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യത്തില്ല കേട്ടോ. ഈ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാനും ഒന്ന് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്റ്റിച്ചും ഒരേ ലൈനിൽ തന്നെ വരും, കയറി ഇറങ്ങിയൊന്നും പോവത്തില്ല. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന് ഉള്ളിലും പുറത്തും ഓരോ സ്റ്റിച്ചസ് കൊടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഫ്ലാറ്റ് ലോഡിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ ബ്ലൗസിൻ്റെ ബോർഡറിൽ, അതുപോലെ സ്ലീവ്സിൻ്റെ ബോർഡറിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഫ്ലാറ്റ് ലോഡിങ്. അതുപോലെ ചെറിയ മോട്ടീഫ് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഫില്ലിങ്സ് ഒക്കെയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ഫ്ലാറ്റ് ലോഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ബേസിക് ലോഡിംഗ് സ്റ്റിച്ചാണ്. ഈ ഒരു ലോഡിംഗ് സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലോഡിംഗ് സ്റ്റിച്ചുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ചിൽ സൈഡ് കയറി ഇറങ്ങിയൊന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. ഇപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഒരു സൈഡ് കറക്റ്റായിട്ട് ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ ഒക്കെ ബോർഡറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് കയറി ഇറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു സൈഡ് കറക്റ്റായിട്ട് ഇതേപോലെ ഒരേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. പിന്നെ ഇതും നമ്മൾ ബട്ടൺ ഹോൾ ഫില്ലിങ് പഠിച്ചപ്പോൾ ചെയ്തില്ലേ, അതേപോലെ ഡബിൾ കളറോ അല്ലെങ്കിൽ ട്രിപ്പിൾ കളറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത കളറ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അടുത്ത കളറ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് കളറ് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പുറത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. വീണ്ടും മുകളിൽ ആ ലൈനിന് മുന്നേ ഒരു ചെയിൻ സ്റ്റിച്ച്, അതിനുശേഷം ലൈനിന് പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. സ്റ്റിച്ച് ചെയ്യുന്നത് സെയിം ആണ്, നമ്മൾ കളർ ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബ് കണ്ടാണ് അരി വർക്ക് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ബേസിക് ലെവൽ ക്ലാസ്സസ് ഉണ്ട്. അത് ക്ലാസ് 1 തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം.
ഇടയ്ക്കുന്ന ഇഷ്ടപ്പെട്ട സ്റ്റിച്ചുകൾ മാത്രമാണ് നിങ്ങൾ പഠിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതേസമയം ക്ലാസ് 1 തൊട്ട് 1 by 1 ആയിട്ട് പഠിച്ചു വരുവാണെങ്കിൽ ഓരോ സ്റ്റിച്ചും ചെയ്യാൻ ഈസി ആയിരിക്കും, അതുപോലെ സ്പീഡിൽ ചെയ്യാനും പറ്റും. അതല്ല നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കണ്ട് മനസ്സിലാവുന്നില്ല, ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ക്ലാസ്സിലും ജോയിൻ ചെയ്യാം. വാട്സപ്പ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ ലാസ്റ്റിൽ ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഈ സ്റ്റിച്ചിൽ ശ്രദ്ധിച്ചാൽ കാണാം, മുകളിലും താഴെയും നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തില്ലേ, അവിടെ വലിയ വലിയ ഹോൾസ് ആയിട്ടുണ്ട്. ഈ ഹോൾസ് കവർ ചെയ്യാൻ നമുക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. ഞാനിവിടെ ബീഡ്സിൻ്റെ ഔട്ട്ലൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഔട്ട്ലൈനിന് നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജെറി ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഡിസൈനിനനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാം. ഫ്ലവർ ഡിസൈൻസോ അല്ലെങ്കിൽ മോട്ടീവ് ഡിസൈൻസൊക്കെ ലോഡിങ് ചെയ്യുമ്പോൾ ഇതുപോലെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. ആ ഒരു ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ എപ്പോഴും കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ. കറക്റ്റായിട്ട് ആ കോർണറൊക്കെ വന്നിരിക്കണം. ഇനി ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ ഫ്ലാറ്റ് ലോഡിങ് ചെയ്യുന്നതും കൂടി കാണിക്കാം. അപ്പോൾ നമുക്ക് പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കാം. ഇവിടെ ദേ ഈ ഒരു ലൈനിനുള്ളിൽ ഫില്ലിങ് വരണം. ലൈനിന് വെളിയിലേക്ക് സ്റ്റിച്ചസ് പോകാൻ പാടില്ല. ലോക്ക് സ്റ്റിച്ച് നമ്മൾ ഈ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനിൽ വരണം. അതിനുള്ളിലായിട്ടാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് വരേണ്ടത്. ഞാനത് പെൻ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ലൈനിനുള്ളിലായിട്ട് ഇതേപോലെ ആ ഡോട്ട് ഇട്ടിട്ടില്ലേ, അതേ സ്ഥലത്താണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ മുകളിൽ ഡോട്ട് കൊടുത്ത പോലെ തന്നെ ഞാൻ താഴെയും ചെയ്ത് കാണിക്കാം. താഴെയും ഈ ലൈനിന് ഉള്ളിലായിട്ട് ഇതേപോലെ ഞാൻ ഡോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡോട്ട് കൊടുത്ത സ്ഥലത്താണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. നമുക്ക് ഉള്ളിൽ ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം ആ ഒരു ലൈനില്ലേ, ലൈനിലേക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി താഴെ ആ ലൈനിന് ഉള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ആ ലൈനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ ലൈനിനുള്ളിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലൈനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാത്തതുകൊണ്ട് ആ ലൈനിലാണ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. ആ ലൈനിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് നമുക്ക് സ്റ്റിച്ചസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ആ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇവിടെ ലൈൻ മാത്രം ഡ്രോ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലും അകത്തുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചസ് കറക്റ്റായിട്ട് വരത്തില്ല. ആ ലൈൻ കറക്റ്റായിട്ട് അതുപോലെ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഡോട്ട് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 2 ലൈൻ അടുപ്പിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. ആ ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ സൈഡ് ഒരേപോലെ തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അത് കവർ ആയിക്കോളും. പിന്നെ അടുപ്പിച്ച് സ്റ്റിച്ചസ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. ഉള്ളിലുള്ള തുണി കാണാൻ പാടില്ല. അത്രയ്ക്ക് അടുപ്പിച്ചായിരിക്കണം സ്റ്റിച്ച് വരേണ്ടത്. പിന്നെ നമ്മൾ ലോഡിങ് കൊടുക്കുന്ന ഡിസൈനിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെയിനിൻ്റെ ലെന്ത് കൂട്ടിയും കുറച്ചുമൊക്കെ ഇരിക്കണം. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിലൊക്കെയാണ് നമ്മൾ ലോഡിങ് കൊടുക്കുന്നതെങ്കിൽ പെറ്റൽ എല്ലായിടത്തും ഒരേ ഷേപ്പ് ആയിരിക്കത്തില്ല. ആ പെറ്റലിൽ സൈസ് ലെന്ത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ അതനുസരിച്ച് ആ സെൻറ്ററിൽ കൊടുക്കുന്ന ചെയിനിൻ്റെ ലെന്ത് കൂട്ടിയും കുറച്ചുമാണ് ലോഡിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെയും എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെയും ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ബീഡ്സിന് പകരം നിങ്ങൾക്ക് ജെറി ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ ഒക്കെ യൂസ് ചെയ്യാം. ബീഡ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കോർണറൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ബീഡ്സിൻ്റെ സ്റ്റിച്ച് ഞാനിങ്ങനെ ഫാസ്റ്റിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 27 റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്